കഴിഞ്ഞ ദിവസം നിർത്തി വെച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് എത്താൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നോർമലി ഞാൻ നേരത്തെ എത്താറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടേലൊക്കെ പോകണം നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ച ദിവസം നമ്മൾ എങ്ങനെയായാലും ലേറ്റ് ആവൂലേ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ചേട്ടൻ കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. റെയിൻ കോട്ടൊക്കെ ഇട്ട് കുത്തി കയറ്റിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പൂജാകർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിൽ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. മാമന്മാരൊക്കെ അവിടെ നാടൻ കോഴി ഇറത്ത് വെക്കുന്ന പരിപാടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവരായിട്ട് സൊറ പറഞ്ഞിരുന്നു. പിന്നെ അവിടുത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് കണ്ടപ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ പിള്ളേർ സെറ്റ് മുഴുവൻ കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ കത്തിയടിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. മാമന്മാരും വല്യമ്മമാരും മാമ്മമാരൊക്കെ കൂടിയിട്ടാണ് കേട്ടോ കുക്കിംഗ് പരിപാടി. അതിൽ മറ്റേ കുമ്പളങ്ങയാണ് ഇവരുടെ മെയിൻ സാധനം കേട്ടോ. എനിക്കാണെങ്കിൽ ആ സാധനം കണ്ണിന് നേരെ കണ്ടുകൂടാ. അപ്പോൾ ഇഷ്ടമില്ലാത്തവരൊക്കെ എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എടുക്കുന്ന നോക്കട്ടെ, നമുക്ക് കഴിക്കാൻ. പുഴുങ്ങി കഴിച്ചാലോ? നമുക്ക് ബോൾസ് അടിച്ച് കഴിക്കാം. അങ്ങോട്ട് എടുത്തോ. അങ്ങനെ അതെന്ത് കോഴിമുട്ടയപ്പോ? അങ്ങനെ ഋതുമോളുടെ സൊറ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വട്ടം വളഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വൈനൊക്കെ കുടിച്ച് കറമിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പോകുമ്പോഴേക്കും പാതരയാവും. അപ്പം ഇത്രയേ ഉള്ളൂ.